ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നതിനെ ആശാപ്രവർത്തകർ എങ്ങനെയാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത്? ഏതൊക്കെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കും ചർച്ചയിൽ എന്നുള്ളതാണ്. നേരത്തെ രാജീവ് ചോദിച്ചതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ഉണ്ടായാലല്ലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അത് തീർച്ചയായിട്ടും ഒരു വിട്ടുവീഴ്ച സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണം. അതുതന്നെയാണ് ആശാപ്രവർത്തകരും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. കാരണം നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഈ ഓണറേറിയം സംബന്ധിച്ചുള്ള കാര്യത്തിൽ അടക്കം ഒരു നീക്കുപോക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും ചർച്ചയ്ക്ക് വീണ്ടും ഒരു അവസരം കൂടി ലഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും പ്രധാനമായി ഉന്നയിക്കുക? അതെ, NHMന്റെ ഒരു പ്രാഥമികമായ ചർച്ചയാണ്. നമുക്കറിയില്ല അവരെന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. എന്തായാലും നമ്മളുടെ ഈ മെയിൻ ഡിമാൻഡ്സ് ആണ് ചർച്ചയിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം ഇപ്പം വന്നിരിക്കുന്ന ഒരു പുതിയ കോംപ്ലിക്കേഷൻ കൂടെ ഉണ്ടല്ലോ. ഇപ്പം മാനദണ്ഡങ്ങൾ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞ് അത് വീണ്ടും അത് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്നാൽ വളരെ അപകടകരമായ രീതിയിൽ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ അവസരം കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സമരവും നാളെ നിരാഹാര സമരം തുടങ്ങാനിരിക്കുകയായിരുന്നു. അപ്പം ഒരു സർക്കാരിന്റെ ഒരു അനുനയ നീക്കം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതൊരു സർക്കാർ പോസിറ്റീവായിട്ട് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്രതികരിക്കാൻ പറ്റും. പക്ഷേ അവ്യക്തമായ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊണ്ട് നമ്മളുടെ സമരം ഒരടി പോലും പുറകോട്ട് പോകില്ല. കൃത്യമായ സുവ്യക്തമായ ഉത്തരം കിട്ടിയാലേ നമ്മൾക്ക് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. ആശാപ്രവർത്തകർ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലെല്ലാം തന്നെ ഒരു പരിഹാരം ഉണ്ടായാൽ മാത്രമേ ആ സമരവും ഈ സർക്കാരുമായി സഹകരിക്കുള്ളൂ. അല്ലെങ്കിൽ സമരവുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം നാളെ നിരാഹാര സമരം തുടങ്ങാനിരിക്കുകയാണ്. ഇന്ന് 38 ദിവസം എങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഒരു പ്രതീക്ഷ? എന്താണ് അത് കേട്ടതിൽ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾക്കുള്ള അവകാശങ്ങൾ തന്ന് ഞങ്ങളെ ഇത്രയും ദിവസം 38 ദിവസമായില്ലേ, ഇന്ന് വരെ ഒരു ചർച്ചയ്ക്കും വിളിച്ചിട്ടില്ലല്ലോ. അന്ന് വിളിച്ച് പിന്നെ അതായി. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അനുകൂലമായതായിട്ട് വരട്ടെ എന്ന് ആണ് എല്ലാവരുടെയും പ്രാർത്ഥന. പക്ഷെ ഇന്നലെ ഈ മഴ മൊത്തം കൊണ്ടു. ഇത്ര ദിവസം 3-4 ദിവസമായിട്ട് പ്രാവശ്യം മഴ പെയ്തില്ല. ആ മഴയും വെയിലും മൊത്തം 38 ദിവസം ഇരുന്നൊരു വ്യക്തിയാണ് ഞാൻ, രാവും പകലും. അപ്പൊ നമ്മളെ തന്നെ കണ്ടറിഞ്ഞൂടെ വെയിലും ഇതൊക്കെ കൊണ്ടിട്ട് ഞങ്ങളെ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയാ. എല്ലാവർക്കും ഇതേപോലെ കിട്ടണം. പിരിഞ്ഞു പോകുമ്പം ആരും വെറും കൈയോടെ പോകാൻ പാടില്ല. നമുക്കുള്ള അവകാശം നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇത്രയും സാഹസമായിട്ട് കൊതുകടി കൊണ്ടും മഴ കൊണ്ടും വെയിൽ കൊണ്ടും എല്ലാം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷം. ആശാവർക്കർമാരുടെ സമരം 38ാം ദിവസം എത്തുമ്പോഴാണ് സർക്കാർ ഇന്ന് ഇങ്ങനെ, ഇതിനു മുൻപും ചർച്ച നടന്നിരുന്നു, ഇന്നിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചർച്ച നടക്കാൻ പോകുന്നു. നേരത്തെ പറഞ്ഞ ഒരു ആശാവർക്കർ പറയുന്ന ഒരു കാര്യം കൃത്യമായുണ്ട്. വ്യക്തത വേണം തീരുമാനത്തിൽ, ചർച്ചയിൽ വ്യക്തത വേണം. വ്യക്തതയായ ഒരു വ്യക്തതയോടുകൂടിയുള്ള തീരുമാനം വേണം. ആ ഒരു കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവായ സമീപനം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും പോസിറ്റീവായ സമീപനം. പറഞ്ഞൊരു കാര്യമുണ്ട്, സാധാരണക്കാരായ സ്ത്രീകളാണ്, ഏറ്റവും സാമ്പത്തികമായി പോലും ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകളാണ്. അവരൊരു നിരാഹാര സമരവുമായി സെക്രട്ടേറിയറ്റിന് ഫ്രണ്ടിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഭരണകൂടത്തിനും അത്രത്തോളം സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഇംപ്രഷൻ എന്ന് പറയുന്നത് സർക്കാർ ഈ സാധാരണക്കാരായ സ്ത്രീകളുടെ, അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ രീതിയിൽ സേവനം നടത്തുന്ന ഈ സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാരിന് പരിമിതികൾ ഉണ്ട് എങ്കിൽ പോലും സർക്കാർ ഒരു താല്പര്യം എടുക്കുന്നില്ല എന്നുള്ള തോന്നൽ സമൂഹത്തിനിടയിൽ ഉണ്ടാകും. ഏതായാലും ഇന്നത്തെ വളരെ നിർണായകമായ ഒരു ചർച്ചയാണ്. അടുത്ത ദിവസം അവർ നിരാഹാര സമരത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപാണ് ഈ ചർച്ച നടക്കുന്നത്.